കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് അവർ പ്രോഫറ്റിക് ബർത്ത് ഡേറ്റ്, പ്രവചനപരമായ ജനന സമയം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, സത്യസഭയുടെ ആരംഭത്തെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കാൻ പോകുന്നു. പിതാവേ, ഈ സത്യം അനേകരറിയാനും നിൻ്റെ സമാഗമന കൂടാര ദൂത് അനേകർക്ക് മനസ്സിലാകാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുവാനും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാം, പാപം ചെയ്യുന്നതിന് മുൻപ് ആദാമും ഹവയോടും ദൈവം എന്ത് ചെയ്തു? നേരിട്ട് സംസാരിച്ചിരുന്നു, മുഖാമുഖമായിട്ട്. പക്ഷെ നമുക്കറിയാം, പാപത്തിന് ശേഷം ആ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തായി? നഷ്ടമായി. പിന്നെ ദൈവജനത്തോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രവാചകന്മാർ വഴിയാണ്. പ്രവാചകന്മാർക്ക് ദർശനം കൊടുത്തിരുന്നു, അപ്രകാരമാണ്. അപ്പോൾ ഒരു ദർശനം എത്രത്തോളം പ്രാധാന്യമാണ് ഒരു ദൈവജനത്തിന്? നമ്മൾ തിരുവചനം വായിക്കുകയാണെങ്കിൽ സദൃശ്യവാക്യം 29 അധ്യായം 18 വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ, ദർശനമില്ലാതെ പോകാൻ നമ്മുടെ ജനം നശിച്ചു പോകുന്നു. ഫോർ ദ ലാക്ക് ഓഫ് ഗോഡ് വിഷൻ അവർ പീപ്പിൾ പെരിഷസ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പീപ്പിൾ പെരിഷസ്? ജനം എന്ത് ചെയ്തു? നശിച്ചു പോകുന്നു, ദർശനമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു സത്യസഭയ്ക്ക് ഒരു ദർശനം അടിസ്ഥാനമായിട്ടുണ്ട്. ആ ദർശനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സഭ ജനിക്കുന്നത് തന്നെ. ആ ദർശനത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ആ ദർശനം നമുക്ക് ദാനിയേലിൻ്റെ പ്രവചനം 8 അധ്യായം 14 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അത് ഇപ്രകാരം വായിക്കുന്നു: അതിന് അവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ഇവിടെ പറയുന്ന 2300 സന്ധ്യ ഉഷസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മില്ലറിൻ്റെ ആ മൂവ്മെൻറ്റ് ഈ പ്രവചനം പഠിച്ചുകൊണ്ട് തന്നെയാണ് അവർ കർത്താവ് യേശുക്രിസ്തു വീണ്ടും വരാൻ പോകുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വലിയ കാര്യങ്ങൾ ചെയ്തത്. അവരുടെ ജീവിതം അത്രത്തോളം വിശദമായിരുന്നു. അവർ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നു. അവരുടെ എല്ലാ വിശ്വാസങ്ങളും, അവരുടെ ഏറ്റവും വലിയ പ്രത്യാശ, അവരുടെ ഏറ്റവും മഹത്വമായ പ്രത്യാശ കർത്താവ് യേശുക്രിസ്തു രണ്ടാം വരും എല്ലാം ഈ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരുന്നു. ദാനിയേൽ 7 അധ്യായത്തിൽ ദർശനത്തിന് ശേഷം എന്നാണ്. അവിടെ ദാനിയേൽ 7 അധ്യായത്തിൽ ഒരു ചെറിയ കൊമ്പ് കാണാൻ സാധിക്കുന്നു. ആ ചെറിയ കൊമ്പ് ദൈവജനത്തെ ഉപദ്രവിക്കുന്നു, സത്യത്തെ നിലത്ത് തള്ളിയിടുന്നു, സമാധാനകൂടാരത്തെ എടുത്ത് നശിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ദാനിയേലിന് ചോദ്യമുണ്ട്: ദൈവമേ, എത്രത്തോളം ഇത് സഹിക്കണം? എത്രത്തോളം ഇതെങ്ങനെ ഉണ്ടാകും? അപ്പോൾ ദൈവത്തിൻ്റെ ഉത്തരമാണ് 2300 സന്ദേശത്തോളം. കഴിഞ്ഞ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു എങ്ങനെ 2300 സന്ധ്യ വിശ്വസ് അവസാനിക്കുന്ന 1944 ആകുന്ന സമയത്ത് ദൈവം എപ്രകാരമാണ് നമ്മുടെ സമാഗമന കൂടാരത്തിൽ കാണുന്ന ഓരോ സത്യങ്ങളെയും ദൈവം വീണ്ടും പുനഃസ്ഥാപിച്ചത്. അതിൽ നമ്മൾ തുടർന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കില്ല. അത് പലപ്പോഴും പല വിധത്തിൽ ആൾക്കാർ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. നമ്മളിന്ന് ചിന്തിക്കുന്നത് വേറെ വിധത്തിലാണ്. 2300 ഉഷസ്സിൻ്റെ ആരംഭം എന്താണ്, അതിൻ്റെ അവസാനം എന്താണ്? പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രവചനം പിന്നെ പറയുന്നത്, അല്ലേ? പിന്നെ സമാഗമന കൂടാരം യഥാസ്ഥാനമാണ്. അപ്പോൾ പിന്നെ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് ഒരു പ്രാധാന്യമുണ്ട്. എന്താണ് ദൈവജനം ആ സമയത്ത് ഉദ്ദേശിക്കുന്നത്? എന്ത് നടക്കുമെന്നാണ് ദൈവജനം ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാഗമന കൂടാരം എവിടെയാണ്? അതെങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമുക്കതിന് ആധാരമാകുന്ന വാക്യത്തിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. ദാനിയേലിന്റെ പ്രവചനം 9 അധ്യായം 24 മുതൽ 27 വാക്യങ്ങൾ. അത് ഇപ്രകാരം വായിക്കുന്നു: അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളുന്നത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷേകത്തിനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി എന്നാണ്. 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം. അതിനെ ഈ 69-നെ 2 ആഴ്ചയോട് മാറ്റിയാണ് 7 62 69-ന് പിന്നെ അവസാനത്തെ ആഴ്ച പിന്നെ അത് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ 70 ആഴ്ചവട്ടം അതിന് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം 7 ആഴ്ചവട്ടത്തിനൊരു ടൈം ഫ്രെയിം, പിന്നെ 62 ആഴ്ചവട്ടത്തിന് വേറൊരു ടൈം ഫ്രെയിം, പിന്നെ 1 ആഴ്ചവട്ടത്തിന് മറ്റൊരു ടൈം ഫ്രെയിം. അങ്ങനെ 3 ഇവിടെ വിഭജിച്ച് പറയുന്നുണ്ട്.
അവിടെ 25 വാക്യം, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചോളണം എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വഴി 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും എന്ന് പറയുമ്പോൾ ടോട്ടൽ 69. 7 ആഴ്ചവട്ടം മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷൻ വരും. ഈ വീതിയും കിടങ്ങുമായി പണിയുന്നത് 7 ആഴ്ചവട്ടത്തിന് ശേഷമാണ്. ആ വീതിയും കിടങ്ങുമായി പണിഞ്ഞതിന് ശേഷം 62 ആഴ്ചവട്ടത്തിന് ശേഷം എന്ത് ചെയ്യും? അഭിഷക്തൻ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആഴ്ചയിൽ നടക്കുന്നതാണ്. 70 ആഴ്ചവട്ടമാണ്, അത് 7 ആഴ്ചവട്ടം വീതി കിടങ്ങുമായി പണിയാൻ. പിന്നെ 62 ആഴ്ചവട്ടത്തിന് ശേഷം എന്ത് ചെയ്യും? അഭിഷക്തൻ എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും. അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടുജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കും. ഇനിയാണ് അവസാന ആഴ്ചവട്ടത്തെ കൂടുതൽ വിവരിക്കുന്നത്. 27 വാക്യം, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിൻ്റെ മേൽ കോപം ചൊരിയും. ഇതാണ്. അപ്പോൾ ഇന്ന് ആളുകളിൽ കിടക്കാൻ സമയമില്ലെങ്കിലും ഈ കൽപ്പന ആരംഭിക്കുന്നത് യെരൂശലേമിനെ പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന മുതലാണ്. ഇനി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദാനിയേൽ 8:14 2300 സന്ധ്യവിശ്വസം എന്ന് പറയുന്ന സമയത്ത് ആ പ്രവചനത്തിൻ്റെ ആരംഭം എപ്പോഴാണെന്ന് അവിടെ പറയുന്നില്ല. 2300 സന്ധ്യവിശ്വസം പിന്നെ എന്ത് ചെയ്യും? സമാഗമന കൂടാനും യഥാസ്ഥാനപ്പെടും. അപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ ആ വാക്ക് അതിനുശേഷം ദൈവജനം എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് ഈ 2300 സന്ധ്യവിശ്വസം ആരംഭിക്കുന്നതെന്ന് അവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാക്യങ്ങൾ ഉപയോഗിച്ച് 2300 സന്ധ്യവിശ്വസം എപ്പോൾ ആരംഭിക്കും, എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ദാനിയേൽ 8-ാം അധ്യായത്തിൽ നിന്ന് മാറി നമ്മൾ ദാനിയേൽ 9-ാം അധ്യായത്തിലേക്ക് വരണം. കാരണം ദാനിയേൽ 9-ാം അധ്യായം നിയമിച്ചിരിക്കുന്ന വാക്ക് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിയമിച്ചിരിക്കുന്ന വാക്ക് എടുത്തിരിക്കുന്ന മൂലപദം ചേതക് എന്നൊരു വാക്കാണ്. ചേതക് എന്ന വാക്കിൻ്റെ അർത്ഥം കട്ട് ഓഫ് എന്നാണ്. എന്തെന്നോ മുറിച്ച് മാറ്റപ്പെട്ടു. ഏതിൽ നിന്നാണ് മുറിച്ച് മാറ്റപ്പെട്ടത്? കാരണം 9-ാം അധ്യായത്തിൽ പെട്ടെന്ന് പറയുകയാണ് 70 ആഴ്ചവട്ടം മുറിച്ച് മാറ്റപ്പെട്ടു. ഏതിൽ നിന്ന്? 8-ാം അധ്യായത്തിൽ 2300 സന്ധ്യവിശ്വസമുണ്ട്. അതിൽ നിന്നും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ആർക്ക്? യഹൂദന്മാർക്ക്. അതിൽ നിന്നും മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 2300 സന്ധ്യവിശ്വസിൻ്റെയും 70 ആഴ്ചവട്ടത്തിൻ്റെയും ആരംഭം ഒന്ന് തന്നെയാണ്. ഈ 2300 സന്ധ്യവിശ്വസിൻ്റെ പ്രവചനത്തിന് ഉള്ളിൽ പെടുന്നത് തന്നെയാണ് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം. ഇവിടെ സന്ധ്യയായി ഉഷസ്സായി എന്നാണ് സന്ധ്യവിശ്വസ്. ഉൽപ്പത്തിയിൽ കാണുന്നു സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. അപ്പോൾ 2300 സന്ധ്യവിശ്വസം എന്ന് പറയുമ്പോൾ 2300 ദിവസം. ഇനി തിരുവചന പ്രകാരം എസെക്കിയേൽ 4:6 സംഖ്യാപുസ്തകം 14:34 അനുസരിച്ച് പ്രവചനത്തിൽ ഒരു ദിവസം ഒരു വർഷമാണ്. അപ്പോൾ 2300 സന്ധ്യവിശ്വസം എന്ന് പറയുന്നത് 2300 ദിവസമാണ്. 2300 ദിവസം എന്ന് പറയുന്നത് 2300 വർഷമാണ്. അത് ആരംഭിക്കുന്നത് 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചന സമയമാണ്. അതിൻ്റെ ആരംഭമാണ്. 70 ആഴ്ചവട്ടം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? യെരൂശലേം പണിയാനുള്ള കൽപ്പന പുറപ്പെടുന്ന മുതൽ. കാരണം നമ്മൾ ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായം 25-ാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി കൽപ്പന പുറപ്പെടുന്ന മുതൽ. എപ്പോഴാണ് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി കൽപ്പന പണിയാനുള്ള കൽപ്പന വന്നത്? 4 തീയതികളുണ്ട് കേട്ടോ. പക്ഷേ ചരിത്രപ്രകാരമായിട്ടും ആ യെരൂശലേമിനെ തന്നെ പുനഃസ്ഥാപിക്കുവാനും അതിനെ പണിയാനുള്ള കൽപ്പന 457 BC-യിൽ അർട്ടാസെർക്സ് മഹാരാജാവാണ് നൽകിയത്. ഇത് നമുക്ക് എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് തെളിയിക്കപ്പെടുന്നതാണ്. അർട്ടാസെർക്സ് ആണ് ഇത് കൽപ്പന കൊടുക്കുന്നത്. അത് കൊടുത്ത വർഷം 457. ഈ 457-ൽ നമ്മൾ പറഞ്ഞു 70 ആഴ്ചവട്ടത്തെ 3ആയിട്ട് വിഭജിക്കപ്പെട്ടു. 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, പിന്നെ അവസാനത്തെ ആഴ്ചവട്ടം. ഈ 7 ആഴ്ചവട്ടം കൊണ്ട് യെരൂശലേമിന് വീതിയും കിടങ്ങുമായി പണിയും. പിന്നെ ഒരു 7 ആഴ്ച എടുത്തു. അപ്പോൾ 70 ആഴ്ചയിൽ നിന്നും 7 ആഴ്ച നമ്മൾ മാറ്റുകയാണ്, അതിനോട് കൂട്ടുകയാണ്. ഒരാഴ്ച 7 ദിവസമാണെങ്കിൽ 7 ആഴ്ചയിൽ എത്ര ദിവസമാണ്? 49. ഒരു ദിവസം ഒരു വർഷമാണെങ്കിൽ 49 ദിവസം 49 വർഷമാണ്. അപ്പോൾ 457 നിന്നും നമ്മൾ 49 വർഷം കണക്കൂട്ടുമ്പോൾ BC-യിൽ വർഷങ്ങൾ പിന്നോട്ടാണ് പോകുന്നത്. നമ്മൾ എത്തുന്നത് 408 BC-യിലാണ്. 408 BC ആകുമ്പോൾ യെരൂശലേമിന് വീതിയും കിടങ്ങുമായി പണിത് കഴിഞ്ഞു. അവിടെ നിന്ന് വീണ്ടും 62 ആഴ്ചവട്ടമുണ്ട്. അത് ഏതുവരെയാണ്? അഭിഷക്തനായ പ്രഭു വരെ. അഭിഷക്തൻ എന്ന് പറയുമ്പോൾ ദി അനോയിൻറ്റഡ് എന്നാണ്. ആരാണ് ഈ അനോയിൻറ്റഡ്? ആരാണ് ഈ അഭിഷക്തനായ പ്രഭു?
അത് നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം ആ കർത്താവ് യേശു ക്രിസ്തു AD 27 ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ രാജാക്കന്മാരുടെയും ഭരണകർത്താക്കളുടെയും വർഷങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. AD 27 കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുന്നത്. സ്നാനമേറ്റ സമയത്ത് സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്നാണ് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന രൂപേണ പറന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം. അപ്പോൾ അഭിഷേക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം. പിന്നെ അവസാനത്തെ ആഴ്ചവട്ടത്തെ പറയുന്നു, ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ എന്ത് ചെയ്യും? യാഗങ്ങൾ നിർത്തലാക്കും. എങ്ങനെയാണ് ഈ അഭിഷേക്തനായ പ്രഭു ആ യാഗങ്ങളെ നിർത്തലാക്കിയത്? ഞാൻ മെയിൻ ടൈം ഫ്രെയിംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവസാനത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ 7 ദിവസം, അതിൻ്റെ മധ്യം എന്ന് പറഞ്ഞാൽ 3.5 വർഷം. കർത്താവ് യേശു ക്രിസ്തുവിന് ശുശ്രൂഷ എത്ര വർഷമുണ്ടായിരുന്നു? വെറും 3.5 വർഷം. കർത്താവ് യേശു ക്രിസ്തു സ്ഥാനത്തിന് ശേഷം അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു ആരാണ്? പെസഹ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ മൃഗബലിക്ക് നമ്മുടെ പാപത്തെ കളയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മ വീണ്ടും വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇത് ആവർത്തിക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു അതിനുവേണ്ടി യാഗം കഴിച്ച സമയത്ത് ഇനി വേറൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? യാഗത്തെ നിർത്തലാക്കി. ആ കർത്താവ് യേശു ക്രിസ്തു വീണ്ടും ഒരു 3.5 വർഷം കൊടുത്തു. AD 30 വീണ്ടും 3.5 വർഷം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ AD 34 എത്തും. ആ സമയത്താണ് സ്തെഫനോസിനെ കല്ലെറിയുന്നത്. സ്തെഫനോസിനെ കല്ലെറിയുന്നതോടെ യഹൂദന്മാരുടെ സമയം കഴിഞ്ഞു. കാരണം അതുവരെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ആദ്യം യഹൂദയിലും പിന്നെ യെരുശലേമിലും എന്നാണ്, പിന്നെ ശമര്യയിലുമാണ്. ആദ്യം സുവിശേഷം അറിയിക്കേണ്ടത് എവിടെയാണ്? യഹൂദ. കാരണം അവരുടെ പ്രൊബേഷനറി ടൈം ആയിരുന്നു അത്. ആ പ്രൊബേഷനറി ടൈം അവസാനിക്കുന്ന AD 34. സ്തെഫനോസിനെ ഉപദ്രവിക്കുന്നതിലൂടെ ക്രിസ്ത്യാനികൾ ചെതറിപ്പാർത്തു. ആ ക്രിസ്ത്യാനികൾ ചെതറിപ്പാർത്ത സമയത്ത് അവർ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോയോ അവിടെയെല്ലാം സുവിശേഷം പരക്കാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷം യഹൂദന്മാരിൽ നിന്നും ജാതിയിലേക്ക്. ആ AD 34 മുതൽ അപ്പോൾ 70 ആഴ്ചവട്ടം അവിടെ കഴിഞ്ഞു. 70 ആഴ്ചവട്ടം 490 വർഷം. 2300 നിന്ന് 490 വർഷം കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എത്തുന്നത് 1810 വർഷമാണ്. AD 34 1810 നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്നതാണ് 1844 വർഷം. ആരംഭവും അവസാനവുമാണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 457 ഈ പ്രവചനം ആരംഭിച്ചു. 1844 ഈ പ്രവചനം അവസാനിച്ചു. പിന്നെ എന്ത് ചെയ്തു? സമാഗമന കൂടാരം യഥാസ്ഥാനമാകും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാഗമന കൂടാരം എവിടെയാണ്? ഭൂമിയിലുള്ള സമാഗമന കൂടാരമാണോ? നമ്മൾ വേദപുസ്തക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ അറിയാം, മോശയുടെ അടുത്താണ് പറഞ്ഞ് ഞാൻ അവിടെ ഇടയിൽ വസിക്കാൻ വേണ്ടി ഒരു ആലയം എനിക്ക് പണിയണമെന്ന്. പിന്നെ അവർ പണിത കൂടാരമാണ്, ഒരു ബിൽഡിംഗ് അല്ല, കെട്ടിടമല്ല, സമാഗമന കൂടാരമാണ്. കാരണം യഹൂദന്മാരെപ്പോഴും അവരെന്ത് ചെയ്യുന്നു? വാഗ്ദത്തം നട കനാനിലേക്കുള്ള യാത്രയിലായിരുന്നു. അവരെപ്പോഴും യാത്ര ചെയ്യുന്ന ഓരോരുത്തർ കൂടാരം അഴിക്കുകയെന്ന് പതിവ്. അതുകൊണ്ട് അവർക്ക് സമാഗമന കൂടാരമായിരുന്നു. പിന്നെ അവർ അവരുടെ നാട്ടിലെത്തി. ദാവീദ് രാജാവ് വന്നു. ദാവീദ് രാജാവിന് പണിയാൻ ദൈവം സമ്മതം കൊടുത്തില്ല. അവസാനം തൻ്റെ മകനായ ശലോമോൻ ദേവാലയം പണിയുന്നു. ആ ശലോമോൻ പണിത ദേവാലയം ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രൗഢിയുള്ള അവരുടെ ആലയമായി മാറി. പക്ഷേ ദാനിയേലിന്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ ആക്രമിക്കുന്നു. അവരുടെ പാപം മൂലം, അവർ ദൈവത്തോട് മത്സരിച്ചത് മൂലം ബാബിലോൺ അവരെ വന്ന് ആക്രമിക്കാൻ ദൈവം അനുവദിച്ചു. ആ സമയത്ത് സമാഗമന കൂടാരം എന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. ആ സമാഗമന കൂടാരം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് എസെക്കിയേലിന്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കിയാൽ, കാരണം സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് മേഴ്സി സീറ്റുണ്ട്, കൃപാസനമുണ്ട്. ആ കൃപാസനത്തിന് മീതെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഷെക്കായിന ഉണ്ടായിരുന്നു. എസെക്കിയേൽ വായിച്ചു നോക്കിയാൽ ഷെക്കായിന ആ ദേവാലയം വിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അത് ബാബിലോൺ അവരെ ഒന്ന് ആക്രമിക്കുന്നതിന് മുൻപാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സമാഗമന കൂടാരം വിട്ടുപോയി. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അത് നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം നമുക്കറിയാം എസ്രയുടെ കാലഘട്ടമൊക്കെ വരുന്നു, വീണ്ടും അത് പണിയുന്നു. പക്ഷേ ഹബക്കൂക്കിൻ്റെ പ്രവചനം വായിച്ചു നോക്കിയാൽ ഈ ദേവാലയം കണ്ടപ്പോൾ പലരും പറഞ്ഞു പണ്ടത്തെ ദേവാലയത്തെ പോലെ മഹത്വമില്ല. കാരണം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകന്മാരിൽ കാത്തു വരികയാണ്. എനിക്ക് നിങ്ങളെ ചേർക്കാൻ എത്ര വട്ടം മനസ്സായിരുന്നോ നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഷെക്കായിന
ദൈവത്തിൻ്റെ സാന്നിധ്യമായ കർത്താവ് യേശു ക്രിസ്തു സമാഗമന കൂടാരം വിടുകയാണ്. ആ സമാഗമന കൂടാരം ശൂന്യമായി. അതിനുശേഷം വേറൊരു സമാഗമന കൂടാരം പണിതിട്ടില്ല. AD 70 യെരുശലേമിൻ്റെ സീജിൽ ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. രണ്ടാമത് പണിത ദേവാലയം. ഇന്ന് യഹൂദന്മാർ വേറൊരു ദേവാലയം പണിയാൻ വേണ്ടി നോക്കിയാണ്. കാരണം അവർ വിശ്വസിക്കുന്നത് ഇനിയൊരു ദേവാലയം ഉണ്ടെന്ന്. കാരണം അവിടെ അന്ത്യക്രിസ്തു 1 തെസ്സലോനിക്കയിലെ ലേഖനം നമ്മൾ വായിച്ചു നോക്കിയാൽ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു അപ്പോൾ ദേവാലയം വേണം, എന്നാൽ അന്ത്യക്രിസ്തുവൊക്കെ വരുള്ളൂ, അപ്പോൾ ഇനിയൊരു ദേവാലയം പണിയാണ്. ഇന്ന് ക്രൈസ്തവ ലോകം മുഴുവനും ഇസ്രായേലിലേക്ക് നോക്കിയാണ് ഇസ്രായേലിൽ എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ AD 34 2300 സന്ധ്യ വിശ്വസിൻ്റെ ഒരു ഭാഗമായി 70 ആഴ്ചവട്ടാണ് യഹൂദന്മാർക്ക് നിയമിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ കൃപയുടെ കാലം കഴിഞ്ഞു. അവരൊരു നേഷൻ എന്ന നിലയിൽ ഇനി അവർക്ക് രക്ഷയില്ല. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ വാഗ്ദാന പ്രകാരം അബ്രഹാമിൻ്റെ സന്തതികളാണ്. നമ്മൾ എല്ലാവരുമാണ് ഇപ്പോൾ യഹൂദന്മാർ. ഇനിയൊരു ദേവാലയത്തിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ദേവാലയം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ അപ്രകാരം വിശ്വസിക്കാൻ പാടില്ല. കാരണം തിരുവചനത്തിൽ പറയുന്നു 2 കൊരിന്ത്യർ 13:1 2 3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏതു കാര്യവും ഉറപ്പാക്കാം. നമ്മൾ ഇന്ന് 3 സാക്ഷികൾ എടുക്കാൻ പോവുകയാണ്. ഇവിടെ പറയുന്ന സമാഗമന കൂടാരം ഭൂമിയിലുള്ള സമാഗമന കൂടാരമല്ല. ഇനി ഭൂമിയിലുള്ള സമാഗമന കൂടാരം പണിയാനും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ക്രൈസ്തവരും അതിലേക്ക് നോക്കണ്ട. സ്വർഗത്തിൽ ഒരു സമാഗമന കൂടാരമുണ്ട്. ഒന്നാമത്തെ സാക്ഷി മോശയാണ്. പുറപ്പാട് 25 8 9 നമ്മൾ വാക്യം വായിച്ചാൽ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ മോശയെടുത്ത് പറഞ്ഞു, നീ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണം? അതിൻ്റെ പ്ലാൻ എന്താണ്? അതിൻ്റെ മാതൃക എന്താണ്? ഞാൻ കാണിക്കുന്നതായിരിക്കണം. ദൈവം സ്വർഗത്തിലുള്ള മാതൃക കാണിച്ചിട്ടാണ് മോശ പണിത്. അപ്പോൾ മോശ ഒരു സാക്ഷിയാണ് സ്വർഗത്തിലുള്ള സമാഗമന കൂടാരത്തിന്. ഇനി രണ്ടാമത്തെ സാക്ഷി അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് ഇത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എബ്രായർ 8 1 2 പിന്നെയുള്ള 5 വാക്യങ്ങൾ, നാം ഈ പറഞ്ഞതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെ. അപ്പോൾ ഭൂമിയെ സ്ഥാപിച്ച സത്യകൂടാരം ആര് പണിതാണ്? മോശ. അതിനുശേഷം പണിത ദേവാലയം ആര് പണിതാണ്? ശലോമൻ. അപ്പോൾ ഇതെല്ലാം മനുഷ്യ സ്ഥാപിച്ചത്. മനുഷ്യ സ്ഥാപിച്ച സത്യകൂടാരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവം തന്നെ സ്ഥാപിച്ച സത്യകൂടാരം അതെവിടെയാണ്? സ്വർഗത്തിൽ. ആ മാതൃക പ്രകാരമാണ് മോശ എടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത്. സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. 5-ാം വാക്യം പറയുന്നത്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ. ഏതിൻ്റെ ദൃഷ്ടാന്തം? സ്വർഗീയമായതിൽ. അപ്പോൾ രണ്ടാമത്തെ സാക്ഷി സ്വർഗത്തിൽ സമാഗമന കൂടാരമുണ്ട്, അതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഭൂമിയിൽ പണിതത്. മൂന്നാമത്തെ സാക്ഷി യോഹന്നാൻ തന്നെയാണ്. വെളിപ്പാട് പ്രവചനത്തിൽ പലതവണയും സമാഗമന കൂടാരത്തിലുള്ള പല ഫർണിച്ചർ 7 പൊന്നിലൊക്കെ കാഴ്ചയപ്പം, ധൂപപീഠം, ഇതെല്ലാം നിയമപ്പെട്ടകം, ഇതെല്ലാം വെളിപ്പാടിൽ യോഹന്നാൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ ഇതിൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ്. ഇനി നമുക്ക് 4-ാമത്തെ സാക്ഷിയിലേക്ക് വരാം. അത് രാജാവായ ദാവീദാണ്. സങ്കീർത്തനം 102 18 19 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും, സൃഷ്ടിക്കപ്പെടാനുള്ള ജനം യഹോവയെ സ്തുതിക്കും, യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നു. പിന്നെ അത് പറയുന്നു, ആ സഹായം നോക്കാൻ ദൈവം എവിടെ നിന്ന് നോക്കുമെന്ന് അറിയാമോ? സമാഗമന കൂടാരത്തിൽ. 102 തുറന്ന് വായിച്ചാൽ 18 19 സെക്ഷനിലെ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവൻ സമാഗമന കൂടാരത്തിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ ദാവീദും സമാഗമന കൂടാരം. ദാവീദിൻ്റെ വഴി തന്നെ ദാവീദ് തന്നെ പറഞ്ഞ സങ്കീർത്തനത്തിൽ, ദൈവമേ നിൻ്റെ വഴി വിശുദ്ധ മന്ദിരത്തിൽ ആകുന്നു. Thy way of God is in the sanctuary. അപ്പോൾ 4 സാക്ഷികൾ നമ്മൾ കണ്ടു. മോശ നമ്മൾ കണ്ടു, അതേപോലെ അപ്പോസ്തലനായ പൗലോസ് കണ്ടു, അതേപോലെ നമ്മൾ പിന്നെ കണ്ടത് യോഹന്നാനെ കണ്ടു, അതേപോലെ ഇപ്പോൾ ദാവീദിനെ കണ്ടു. അപ്പോൾ ഏത് കാര്യവും 2 3 വാമൊഴിയാൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മളിവിടെ 4 സാക്ഷികൾ കൊണ്ടുവന്നു വേദപുസ്തകത്തിൽ നിന്ന് തന്നെ. അപ്പോൾ സ്വർഗീയമായ ഒരു സമാഗമന കൂടാരമുണ്ട്. ആ സ്വർഗീയമായ സമാഗമന കൂടാരമാണ് 2300 സന്ധ്യ വിശ്വസ് തികയുന്ന സമയത്ത് യഥാസ്ഥാനപ്പെടുത്തിയത്. ഇവിടെയായിരുന്നു മില്ലറൈറ്റ് മൂവ്മെൻറ്റിന് ചെറുതായിട്ടൊന്ന് പിഴച്ചത്. അവർ വിശ്വസിച്ചത് 2300 സന്ധ്യ വിശ്വസ് കഴിയുമ്പോൾ അവർ ആദ്യത്തെ കാൽക്കുലേഷൻ അവരെത്തിയത് 1943 പിന്നെ 1944 പിന്നെ 1944 ഒക്ടോബർ മാസം 22 അങ്ങനെയാണ് അവരുടെ കാൽക്കുലേഷൻ വീണ്ടും അങ്ങനെ പോയത്. പക്ഷേ
അവർ വിശ്വസിച്ചു ഈ ഭൂമിയാണ് ദൈവത്തിന് സമാഗമന കൂടാരം. അതുകൊണ്ട് ഈ ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന സമയം കർത്താവ് യേശു രണ്ടാം വരവ്. അതുകൊണ്ടാണ് 2300 സന്ദേശസ് കഴിയുമ്പോൾ ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ക്രിസ്തു വന്നില്ല. പക്ഷെ അവർക്ക് പിന്നെ മനസ്സിലായി, എബ്രായ ലേഖനം പഠിച്ച സമയത്ത് കർത്താവ് 2300 സന്ദേശസിൽ സമാഗമന കൂടാരം യഥാസ്ഥാനപ്പെടുത്താൻ കർത്താവ് യേശു ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്ത് കയറി. 3 സ്ഥലമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കയറുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. പാപ പരിഹാര ദിവസം. അതുവരെ ദിവസേന നടക്കുന്ന യാഗങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഈ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഈ സഭയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ദൂരം അവസാനിപ്പിക്കട്ടെ. ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ 2300 സന്ദേശത്തിൽ സമാനയുടെ യഥാസ്ഥാനമാക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്ത് കയറി. പാപപരിഹാര ദിവസത്താണ് മഹാപുരോഹിതൻ എന്ത് ചെയ്തത്? അതിവിശുദ്ധ സ്ഥലത്ത് കയറുന്നത്. അന്ന് സമാഗമന കൂടാരത്തിനും ജനത്തിനും പ്രായശ്ചിത്തം കഴിക്കും. കാരണം എന്താണ്? ദിവസേനയുള്ള യാഗ സമയത്ത് ഒരു പാപി എപ്പോഴും ഒരു മൃഗത്തെ ബലി ചെയ്യും. അത് കാണിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനാണ്. ആ പാപി ആടിന്മേൽ കൈവച്ച് തൻ്റെ പാപങ്ങളിൽ ഏറ്റുപറയും. അപ്പോൾ പ്രതീകാത്മകമായി പാപം ആ വ്യക്തിയിൽ നിന്നും ആരിലേക്ക് മാറുന്നു? കുഞ്ഞാടിലേക്ക് മാറുന്നു. കാരണം പാപം ചെയ്ത ദേഹി മരിക്കും, ആ വ്യക്തിക്ക് വരും, ആരും മരിക്കും, കുഞ്ഞാട് മരിക്കും, എൻ്റെ രക്തം ചെയ്യുന്നു. രക്തം ചീന്തിയിട്ടില്ലാതെ പാപവിമോചനം ഇല്ലാന്ന് തിരുവചനം പറയുന്നു. ആ രക്തത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. പാപത്തെ ആ രക്തം വാങ്ങിച്ചു. എന്നിട്ട് ഈ രക്തം കൊണ്ട് ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി. വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലിൽ പൂശും. അതേപോലെ ഈ ധൂപപീഠത്തിൻ്റെ 4 കൊമ്പുകളിൽ പൂശും. അതിവിശുദ്ധ സ്ഥലത്ത് പോയി തെളിക്കും. ഞാൻ ഏറ്റവും ചുരുക്കി പറയാണിത്. ഇത് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ വായിച്ചെടുക്കാം. അങ്ങനെ സമാഗമന കൂടാരം മലിനമായിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം എവിടെ അടഞ്ഞുകൂടും? സമാഗമന കൂടാരത്തിൽ. വർഷത്തിൽ ഒരിക്കൽ സമാഗമന കൂടാരം വിശുദ്ധീകരിക്കും. അന്ന് വർഷം തോറും നടക്കേണ്ടി വന്നു. കാരണം മൃഗത്തിന് ഒരിക്കലും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഒരിക്കലായിട്ട് ക്രിസ്തു മരിച്ചു. 2300 അവസാനിച്ച സമയത്ത് 1944 വരെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗീയമായ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് കയറി സ്വർഗീയമായതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ എല്ലാ പാപങ്ങളും സ്വർഗത്തിൽ രേഖയായിട്ടുണ്ട്. ദൈവം ആ പാപം എന്നേക്കുമായിട്ട് മാറ്റണം. ആ പാപം എന്നേക്കുമായിട്ട് മായ്ച്ചു കളയുമെന്ന് പറയുമ്പോൾ ദൈവം ഇനിമേൽ ആ പാപം ഓർക്കത്തില്ല. ഇതാണ് സുവിശേഷം. ദൈവം എന്ത് ചെയ്യത്തില്ല? ഇനിമേൽ ആ പാപം ഓർക്കത്തില്ല. ഉദാഹരണത്തിന് ഞാനൊരു കൊലപാതകയാണ്. പക്ഷേ ദൈവം എന്നെ കാണുന്നത് ഒരിക്കൽ പോലും ഒരു കൊല പോലും ചെയ്യാത്ത വിശുദ്ധനായിട്ടാണ്. നിങ്ങളുടെ പാപങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, സംഗീതത്തിൽ പറയുന്ന പോലെ കടും ചുവപ്പുള്ള പാപങ്ങളായിക്കോട്ടെ, അത് ദൈവം ഹിമം പോലെ വെളുപ്പിക്കും. കാരണം കർത്താവ് യേശു ക്രിസ്തു മഹാപുരോഹിതൻ, കർത്താവ് യേശു ക്രിസ്തു കുഞ്ഞാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി. കർത്താവ് യേശു മഹാപുരോഹിതൻ നമ്മുടെ പാപത്തെ, എന്നെയും പാപത്തെയുമാണ് ദൈവം വിലക്കി വാങ്ങിയത്. നിങ്ങളെയും നിങ്ങളുടെ പാപത്തെയുമാണ് വിലക്കി വാങ്ങിയത്. ദൈവം ആ പാപത്തെ എന്നേക്കുമായിട്ട് മാറ്റിവെക്കും. കാരണം പാപ പരിഹാര ദിവസത്തിൽ അസസ്സേലിന് വേണ്ടി ചീട്ടിടുന്ന ഒരു ആടുണ്ട്. ആ ആടിന് മേൽ പുരോഹിതൻ കൈവയ്ക്കും. ആ സമാഗമന കൂടാരത്തിൻ്റെ പാപങ്ങളെല്ലാം ആ ആട്ടിന്മേൽ വയ്ക്കും. എന്നിട്ട് മരുഭൂമിയിലേക്ക് വിടും. ഈ രക്ഷാപദ്ധതിയുടെ സമാപനത്തിൽ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ പിശാചിന് മേൽ, പാപം ആരംഭിച്ചതിന് മേൽ എല്ലാ പാപങ്ങളും അവൻ്റെ തലമേൽ വയ്ക്കും. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3 പറഞ്ഞ പാമ്പ് അവൻ്റെ കുതികാൽ തകർക്കും, നീയോ അവൻ്റെ തല തകർക്കും. ആ പാപങ്ങളെല്ലാം തിരിച്ച് പിശാചിൻ്റെ തലയിലേക്ക് വന്ന് പിശാചിനെയും ഈ ഭൂമി നശിപ്പിക്കും. വെളിപ്പാടിൽ പറയുന്നു, നരകാഗ്നി ഒരുക്കി വച്ചിരിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ്. നിങ്ങളിൽ ഒരാളും നഷ്ടപ്പെടേണ്ടില്ല. ക്രിസ്തു പാപക്ഷമ നൽകുവാൻ തയ്യാറാണ്. ഇന്ന് ഈ മെസ്സേജുകളെല്ലാം നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ അവൻ്റെ പാപക്ഷമ സ്വീകരിക്കാൻ തയ്യാറാണോ? സമാഗമന കൂടാര ദൂത് സ്വീകരിക്കാൻ തയ്യാറാണോ? ക്രിസ്തുവിനെ, സുവിശേഷമാകുന്ന ക്രിസ്തുവിനെ, സമാന കൂടാരവും ക്രിസ്തു തന്നെയാണ്, കൽപ്പനയും ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ടോ? വ്യക്തിപരമായ ബന്ധത്തിൽ. കാരണം കൽപ്പന, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ വരേണ്ടതാണ് ഇതെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സത്യം ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനൊത്ത തീരുമാനങ്ങൾ എടുക്കുവാനും പിതാവെ അവർ ദൈവത്തിലേക്ക് എത്തുവാനും കൂടുതൽ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാനും അവരുടെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. 2300 സന്ധ്യോഷസ് ഈ സഭയുടെ ആരംഭമാകുന്നു പിതാവെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനോട് വലിയൊരു ദൗത്യമുണ്ട്. സമാഗമന കൂടാരം അതിൻ്റെ മുഴുവൻ അന്തസ്സത്തോടെ മനസ്സിലാക്കുവാനും അതിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് അതിൽ ഓരോ ഫർണിച്ചേഴ്സും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് വരുവാനും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.